ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബയോസ്പേസ്. നമുക്ക് തേർഡ് പോയിന്റ് ഡിസ്കസ് ചെയ്യാം. തേർഡ് പോയിന്റിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓൾറെഡി പ്രീവിയസ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. അഡിനിൻ്റെയും തൈമിൻ്റെ ഇടയ്ക്ക് ഡബിൾ ബോണ്ടും ഗ്വാനിൻ്റെയും സൈറ്റോസിൻ്റെ ഇടയ്ക്ക് ട്രിപ്പിൾ ബോണ്ടും ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ ബേസസ് ഇൻ ടു സ്ട്രാൻഡ്സ് പെയർ ചെയ്തിരിക്കുന്ന ഹൈഡ്രോജൻ ബോണ്ട് വഴിയാണ്. ആൻഡ് അഡിനിനും തൈമിനും ഇടയ്ക്ക് 2 ഹൈഡ്രോജൻ ബോണ്ട്സ് ആണ്, അതായത് ഡബിൾ ബോണ്ട് ആയിരിക്കും. Whereas in case of guanine and cytosine, there will be 3 hydrogen bonds, or it will be triple bond. Okay. The next പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, as a result always a purine comes opposite to a pyrimidine. This generates approximately uniform distance between the two strands of the helix. നമുക്കറിയാം, നമ്മുടെ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറിൽ 2 സ്ട്രാൻഡ്സ്, ഈ സ്ട്രാൻഡ്സിന് ഇടയിലുള്ള വിഡ്ത്ത് എന്ന് പറയുന്ന അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, അതായത് ഇപ്പം നമ്മളിങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഈ ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും? അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇവിടെയുള്ള നൈട്രോജീനസ് ബേസസ് ഉണ്ടല്ലോ. ഓക്കെ, ഇവിടെ വരുന്ന നൈട്രോജീനസ് ബേസസ് എന്ന് പറയുന്നതിൻ്റെ സൈസിനനുസരിച്ചാണ് നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതായത് നമ്മുടെ നൈട്രോജീനസ് ബേസസ് തന്നെ പ്യൂരിൻസും ഉണ്ട്, പിരിമിഡിൻസും ഉണ്ട്. പ്യൂരിൻ എന്ന് പറയുന്നത് നമുക്കറിയാം അഡിനിനും ഗ്വാനിനും ആണ് പ്യൂരിൻ. പിരിമിഡിൻ എന്ന് പറയുന്നത് സൈറ്റോസിൻ, തൈമിൻ, സൈറ്റോസിൻ, യുറാസിലാണ് പിരിമിഡിൻ. അതിൽ യുറാസിൽ എന്ന് പറയുന്നത് ഒള്ളി ഇൻ ആർ എൻ എയിലായിരിക്കും. തൈമിൻ ഒള്ളി ഇൻ നമ്മുടെ ഡി എൻ എ. അതായത് ആർ എൻ എയിൽ വരുമ്പോൾ തൈമിൻ്റെ സ്ഥാനത്ത്, അതായത് അഡിനുമായിട്ട് പെയർ ചെയ്യുന്നത് നമ്മുടെ തൈമിനാണല്ലോ ഡി എൻ എയിൽ. പക്ഷെ ആർ എൻ എയിൽ വരുമ്പോൾ തൈമിൻ്റെ സ്ഥാനത്ത് അവിടെ വരുന്നത് യുറാസിലായിരിക്കും. ഓക്കെ, അപ്പം പ്യൂരിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്കും പ്യൂരിൻ എന്ന് പറയുന്നത് കുറച്ച് വലിയ ആളാണ്. പേരിച്ചിരി ചെറുതാണെങ്കിലും ആളിച്ചിരി വലിയ ആളാണ്. നോക്ക്, ഇതാണ് നമ്മുടെ പ്യൂരിൻ. റഫായിട്ട് നമ്മളൊന്ന് വരയ്ക്കുകയാണ്, ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി മാത്രം. പക്ഷെ നമ്മുടെ പിരമിഡിൻ എന്ന് പറയുന്നത് നെയിം കുറച്ച് വലുതാണെങ്കിലും ആളെന്താണ്, കുഞ്ഞനാളാണ്. അപ്പം നമ്മുടെ പ്യൂരിനിൽ വരുന്ന ആരൊക്കെയാ? അഡിനിൻ, ഗ്വാനിൻ. ദെൻ പിരമിഡിനിൽ വരുന്ന ആരാണ്? സൈറ്റോസിൻ, തൈമിൻ, ആസ് വെൽ as യുറാസിൽ നമ്മൾ ഡി എൻ എയിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം നോക്ക്, ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത്, ഇപ്പം നമ്മളൊരു ഡി എൻ എ സ്ട്രാൻഡ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പം നമ്മുടെ അഡിനാണ് വരുന്നതെന്ന് വെച്ചോ, ഇവിടെ വരുന്നത് എന്തായിരിക്കും? തൈമിനായിരിക്കും. ഓഫ് കോഴ്സ് തൈമിനായിരിക്കും. ഇവിടെ സൈറ്റോസിൻ ആണെങ്കിൽ ഇവിടെ വരുന്നത് എന്തായിരിക്കും? ഗ്വാനിനായിരിക്കും. അപ്പോൾ ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് എന്താണ്? ഈക്വലൈസ് ചെയ്ത്, അതായത് ഈ ഒരു വിഡ്ത്ത് ഓൾമോസ്റ്റ് ഈക്വലൈസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതായത് ഇപ്പം നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പ്യൂരിനാണ് വരുന്നതെങ്കിൽ ഇവിടെ വരുന്ന ഒരു പിരമിഡിനായിരിക്കും. ഇവിടെ വരുന്ന ഒരു പിരമിഡിനാണെങ്കിൽ ഇവിടെ വരുന്ന ഒരു പ്യൂരിനായിരിക്കും. അപ്പോൾ നമ്മുടെ സൈസ് എന്ന് പറയുന്നത്, അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ട് കൊണ്ടുപോകാനായിട്ടാണ് ഇത്. സോ ഇത്രേ ഉള്ളൂ ഈ വീഡിയോയിൽ. ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.